സാക്ഷാൽ ശിവപ്രഭാകര സിദ്ധിയോഗിയുടെ തൃക്കൈകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്വാസവും സ്പർശവും ഏറ്റ ഒരു സംഭവമാണ്. ഇതുപോലെ 10-20 ചക്രങ്ങളാണ് അവിടെ ഏൽപ്പിച്ചിട്ട് പോയത്, എന്നെയും മകനെയും ഏൽപ്പിച്ചു. ഇതെല്ലാം ഞാനിപ്പോൾ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ്. കാര്യം എന്നോടൊരു വലിയ ആൾ പറഞ്ഞു, ഇത് മൂടി വെക്കരുത് തുണി കൊണ്ട്. ചില ചക്രങ്ങൾ പൂജിച്ച് കഴിയുമ്പോൾ ദേവിയുടെ സാന്നിധ്യം വരുന്നു. ഇപ്പം നമ്മൾ ഭഗവത്ഗീത എടുക്കുക അല്ലെങ്കിൽ വേറെ ആയുർവേദം എടുക്കുക, അപ്പോൾ ആ ഋഷി അഗസ്ത്യരുടെ കിട്ടും, നമുക്ക് അവരെ നമുക്കൊരു അനുഗ്രഹം തരും. ആ ഒരു വാചകം അവിടെ കിട്ടും. ഇതാണ് അദ്ദേഹത്തിൻ്റെ അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന പടം. എൻ്റെ ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ശരിക്കും മോട്ടിവേഷനാണ്. നമുക്ക് പ്രതീക്ഷ കൊടുക്കണം. ഇത് ആദ്യം ഇത് കാണിക്കുന്നത് അശ്വതിരുനാൾ തമ്പുരാട്ടിയാണ്. വേദങ്ങളൊക്കെ താൽക്കാലികമാണ്. വേദത്തിനൊന്നും കോൺഷ്യസ്നെസ്സിനെ കിട്ടത്തില്ല. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, നിന്റെ ബുദ്ധി ഞാൻ തന്നാ, നിന്റെ ബുദ്ധി കൊണ്ട് എന്നെ അളക്കാൻ പറ്റുമോ? നിന്റെ ബുദ്ധി നിനക്ക് ഞാൻ തന്നതാ. നമ്മൾ എന്താണ് തേടുന്ന ലോകത്ത്, അതാണ് പ്രഭാകര സിദ്ധിയോഗി. ഇതാണ് വ്യവഹാരം, സൃഷ്ടി വ്യവഹാരം. നമ്മൾ ഈ വന്നിരിക്കുന്ന എല്ലാം കഴിഞ്ഞ ജന്മം കൊണ്ടുവന്ന ഓരോ വാസനകളും ടാലന്റുമായിട്ടാണ്. ചില 3 വയസ്സിൽ പ്രസംഗിക്കുന്നില്ലേ ചില പിള്ളേരെ, ചില പിള്ളേർ പെട്ടെന്ന് തന്നെ പ്രസിദ്ധരാകുന്നില്ലേ? അവർ കഴിഞ്ഞ ജന്മം പാടി കൊതി തീർന്നില്ല, അടുത്ത ജന്മം പാടാൻ വന്നിരിക്കുക. ഇത് ഒരുപാട് വിഷയം. അതെല്ലാം ഗുരുനാഥൻ്റെ കാരണത്താലാണ് എനിക്ക് പുനർജന്മം. ഇതാണ് ഓരോരുത്തരെയും ഞാൻ പിന്നെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരുടെയും ഇവരെങ്ങനെ ആകുന്നതെന്ന് ഞാൻ വെറുതെ ഇരുന്ന് നോക്കി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കറക്റ്റ് അവൻ അവൻ്റെ ടാലൻറ്റിൽ തന്നെ പോകും. അവൻ്റെ കഴിവിലേക്ക് അവൻ ചെന്ന് ചേരും. നമ്മൾ എത്ര പറഞ്ഞാലും ശരി, അവൻ്റെ ഒരു സമയം എത്തുമ്പോൾ അവൻ കൊണ്ടുവന്നിരിക്കുന്നതിലേക്ക് അവൻ വരും. അത് യൗവനം വരുമ്പോഴാണ്. അത് ഇന്ദ്രിയങ്ങൾക്ക് ബലം വരണം, അപ്പോഴേ ഇത് ആക്ടിവേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോഴേ ആ മനസ്സ് നമുക്ക് ഓരോ 10 വയസ്സിൽ 16 വയസ്സിൽ 18 വയസ്സിൽ ഇങ്ങനെ പോകും. ഇതെല്ലാം ശാസ്ത്രമാണ്, പഠിക്കാൻ രസമാണ്. ഇത് ഒരുപാട് വരെ നമുക്ക് പഠിക്കാൻ വേണമെങ്കിൽ അത് പഠിച്ചാൽ കറക്റ്റ് ചെയ്യും. എടാ, നിൻ്റെ തലയിലെടുത്ത് വഴിച്ചു പോയല്ലോടാ, നീ ഇങ്ങനെ ആകത്തുള്ളെന്ന് പറയുന്ന ഫൂളിഷ്നെസ്സാണ്. അവൻ്റെ തലയിലെടുത്ത് നമുക്ക് കറക്റ്റ് ചെയ്യാം. നല്ല സദ്ഗുരുവാണെങ്കിൽ അതല്ലേ ഗുരുക്കന്മാർ കറക്റ്റ് ചെയ്യുന്നത്. ഒരു തന്ത്രിക്കോ അല്ലെങ്കിൽ ഒരു വൈദികനോ കറക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഒരു ഗുരുവിനല്ല. ഗുരുവിന് ആളിനെ വിഷ്വലാണ് ആളിന്. എന്തുകൊണ്ടാണ് ഇവൻ ഇങ്ങനെ ആയത്? ചട്ടമ്പിസ്വാമി അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷയം. അത് ഒരു മജിസ്ട്രേറ്റിൻ്റെ പൂർവ്വജന്മം പറഞ്ഞു കൊടുത്തു. അയാളുടെ അച്ഛനൊരു കാളയായിട്ട് കരമനെ കൂടെ ഒരു വണ്ടി വലിച്ചുകൊണ്ട് ഒരുത്തിന് പൈസ വാങ്ങിച്ചിട്ട് കൊടുക്കാഞ്ഞിട്ടെന്ന് പറഞ്ഞു. 15 രൂപ ആ മജിസ്ട്രേറ്റിനെ കൊണ്ട് അവിടെ കൊണ്ടുവന്ന് വെപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കാളയെത്തു, മോശം കിട്ടി. അത് ചട്ടമ്പിസ്വാമി പട്ടിസദ്യയൊക്കെ നടത്തിയിട്ടുണ്ട്. വലിയ വിഷയമാണ്. അത് പഠിക്കണം. അപ്പം അങ്ങനെ അത് നമ്മളെ മനസ്സിൽ കഴിഞ്ഞാൽ റിട്ടേൺ ഓഫ് എനർജി എന്നാണ്. ഇപ്പോൾ ജേർണി ഓഫ് എനർജി റിട്ടേൺ ചെയ്യണ്ടേ? ഞാനിങ്ങ് വന്നു, കാര്യങ്ങളൊക്കെ കിട്ടി, പിന്നെ അവന് ഈ എനർജി റിട്ടേൺ ചെയ്യണ്ടേ? അതിനാണ് നമ്മൾ ഈ ഓങ്കാരത്തിലാണ് അവിടെ തുടങ്ങിയിരിക്കുന്നത്. ഓങ്കാരമാണ് ബ്രഹ്മനാദം, വോയിസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഒന്ന് ഇതുമുണ്ട്, ബ്രഹ്മനാഭി എന്താ. അപ്പോൾ ആ പ്രണവത്തിലൂടെ ആണ് ഈ വേദങ്ങളും ശാസ്ത്രങ്ങളും എല്ലാം ഇങ്ങനെ. ഇതൊക്കെ എന്താ പറയുന്നത്, ഇതൊക്കെ അൺവാണ്ടഡ് എലിമെൻറ്റ്സ് ആണ്. വേദങ്ങളൊക്കെ താൽക്കാലികമാണ്. വേദത്തിനൊന്നും കോൺഷ്യസ്നെസ്സിനെ കിട്ടത്തില്ല. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, നിന്റെ ബുദ്ധി ഞാൻ തന്നാ, നിന്റെ ബുദ്ധി കൊണ്ട് എന്നെ അളക്കാൻ പറ്റുമോ? നിന്റെ ബുദ്ധി നിനക്ക് ഞാൻ തന്നതാ. അപ്പം ബുദ്ധി കൊണ്ട് പിടിക്കാൻ പറ്റുന്നതല്ലേ ഇത്? ബോധവികാസം തന്നെ വരണം. അതിന് വരണമെങ്കിൽ സെൽഫിഷ്നെസ് കംപ്ലീറ്റ് പോകണം. അതായതാണ് സ്നേഹം വേണം എന്നൊക്കെ നമ്മുടെ അമ്മയൊക്കെ പറയുന്നില്ലേ. ജീവജാലങ്ങളോട് ലവ് വരും, അല്ലാതെ റൊമാൻസ് അല്ലത്. ഇതെൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞപ്പോൾ അതും എൻ്റെ കുഞ്ഞ് ചെളിയിലായിപ്പോയി. അതല്ലേ പ്രഭാകര സിദ്ധിയോഗി എന്ന് പറഞ്ഞത്. ഞാൻ മണ്ണിനടിയിൽ പോയതിന് വെള്ളത്തിനടിയിൽ പോയതിന് എനിക്കെന്നെ പിടിച്ചെടുത്തോണ്ട് പോകാൻ വന്ന ആ സാർവലൗകികമായ സ്നേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ? അല്ലാതെ അദ്ദേഹം വെറും സിദ്ധനും മാജിക്കാരനും ഒന്നുമല്ല. ജീവനോടുള്ള സ്നേഹം അദ്ദേഹത്തിൻ്റെ. അതിലാണ് എനിക്ക് അദ്ദേഹത്തിനോടുള്ള ആ ഫോളോ ചെയ്യാനുള്ള സന്തോഷം വന്നത്. എത്ര മണവും ഗുണമില്ലാത്തതിന് അദ്ദേഹം ഒരു വലിയ, ഞാൻ പറയാം, ഞാൻ പേരൊന്നും എടുത്ത് പറഞ്ഞ് ആരെയും വലുതാക്കാനോ അങ്ങനെ അവരുടെ പേര് പറഞ്ഞില്ലെങ്കിൽ ശരിയാണ്. ഒരു വലിയ സെലിബ്രിറ്റിയുടെ അമ്മ അവൻ എല്ലാവർക്കും അറിയാം. പ്രഭാകര സിദ്ധിയോഗി എഴുതി കൊടുത്ത് അദ്ദേഹം 2023 എനിക്ക് തന്നു. അദ്ദേഹം വേറൊരു ആശ്രമത്തിൽ താമസിക്കുക. എന്നെ വിളിപ്പിച്ച് ഞാൻ കാണാൻ പോകുമായിരുന്നു. ആരാന്നൊന്നും ഞാൻ പറയുന്നില്ല, ഞാൻ അങ്ങനെ അംഗീകരിക്കുന്നുമില്ല. അതൊന്നും പറഞ്ഞെങ്കിലേ പ്രഭാകര സിദ്ധിയോഗി ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊന്നും വലിയ കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ 23ാമത്തെ വയസ്സിൽ എഴുതി കൊടുത്ത ഞാൻ ആ മൗലികമായ സത്യയാണ്, നീ പേര് പറയുന്നില്ല അദ്ദേഹത്തിൻ്റെ. പക്ഷേ മായാബദ്ധനായ നീയെ അത് മനസ്സിലാക്കുന്നില്ല. മായയെ ജയിച്ച പ്രഭാകരൻ അത് മനസ്സിലാക്കുന്നു. നിൻ്റെ ആ മായ മോഹൻ ഞാൻ മാറ്റുന്നു എന്ന് പറഞ്ഞ് ഉപദേശം കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം അവസാനം വരെ പ്രഭാകര സിദ്ധിയോഗയെ തന്നെ ചിന്തിച്ചുകൊണ്ടാണ് കിടന്നത്. അതെനിക്കറിയാം. പക്ഷെ എനിക്കത് വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഞാൻ ചെന്ന് കണ്ട് ആ എഴുതിയ കടലാസൻ്റെ ആ ഫയൽ എനിക്ക് തന്നു. അമ്മയെപ്പോലും കാണിച്ചിട്ടില്ലെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ.
അദ്ദേഹത്തിൻ്റെ 16ാമത്തെ വയസ്സിലും കണ്ട. അപ്പോഴേ ആ മൗലികമായ സത്ത നമ്മൾ എന്താണ് തേടുന്ന ലോകത്ത്, അതാണ് പ്രഭാകര സിദ്ധയോഗി. അല്ലാതെ സിദ്ധന്മാരല്ലാതാ അഗസ്ത്യര് തിരുമൂലരെല്ലാം ആ ബേസിക് കോൺഷ്യസ്നെസ് ആണ് അവര്. പിന്നെ അവരെന്തിനീ ലോകത്ത് നിൽക്കുന്നെന്ന് പറഞ്ഞാൽ ലോകോപകാരത്തിന്. ഇത് കൽപ്പം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. എത്രയോ ചതുർയുഗങ്ങൾ കഴിയുമ്പോഴാണ് ബ്രഹ്മകൽപ്പം. ഇപ്പം നമ്മൾ പറയുന്നത് ഭാഗവതം പറഞ്ഞ പാത്മകൽപ്പത്തിലാണ് നമ്മളിരിക്കുന്നത്. ബ്രഹ്മാവിൻ്റെ പത്മത്തിൽ വന്ന ബ്രഹ്മാവിനെ നമ്മൾ കാണുന്നത്, അക്ഷരബ്രഹ്മത്തെ. ഈ സാ രീ ഗ മ പ ധ നി സ ഗ മ പ ധ നി സ, ഇതാണ് വ്യവഹാരം, സൃഷ്ടി വ്യവഹാരം. അതാ സരസ്വതി എന്നൊക്കെ പറയുന്നത്. അക്ഷരങ്ങളാണ് മുഴുവൻ അക്ഷരത്തിലൂടെ സൃഷ്ടി നടത്തുന്നത്. നമ്മൾ പറയത്തില്ലേ ശബ്ദവും വെളിച്ചവും തന്ന നിനക്ക് ഇവർക്ക് നമസ്കാരം, ശബ്ദവും വെളിച്ചമായത്. പക്ഷെ ഈ വെളിച്ചത്തിന് ബോധമുണ്ട്. അപ്പം എന്താണ് ഈ പ്രകാശിക്കാത്തതെന്ന് പറഞ്ഞാൽ, ഈ ആത്മാവ് പ്രകാശിക്കാത്തത് നമ്മുടെ ഈഗോയാണ്. സെൽഫിഷ്നെസ് കൂടി നമുക്ക് പിടിച്ചടക്കണം. ഇത് ലോകത്ത് വന്നിട്ട് നമുക്ക് ഇത്രയും ഭാഗം എനിക്ക് കിട്ടണം, എൻ്റേത്. എപ്പോൾ നമ്മുടെ എൻ്റേത് ഞാൻ മരിക്കുന്നു, അപ്പോൾ ഇതെല്ലാം നമുക്കാകും. എല്ലാം യൂണിവേഴ്സ് ഈസ് മൈൻ. പല സന്യാസിന്മാരും ഇപ്പോൾ പറയുന്ന ചിലരെയൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്, ഈ ലോകം എൻ്റേതാണെന്ന് പറഞ്ഞൊരു സന്യാസിനി. ആക്ച്വലി സ്പീക്കിംഗ് അവരത് പറയുന്നത് ശരിയാണ്, പക്ഷേ അവർക്ക് ഒരു സപ്പോർട്ടിങ് ലൈൻ ഇല്ലാത്തതുകൊണ്ടാണ്. എനിക്കറിയാതെ. അപ്പോൾ ഈ യൂണിവേഴ്സ് എൻ്റേതാണ്, എൻ്റേതല്ലാത്ത എന്നാണ്. അപ്പോൾ അതാണ് ഈ ലാ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് എന്താണ് കിട്ടാത്തത് ഇവിടെ നമുക്ക് അട്രാക്ട് ചെയ്യാൻ കഴിവ് കിട്ടുന്നില്ല. കാരണം എന്താ? ഇപ്പോൾ ഒരു മിക്സി ഉണ്ടെന്ന് വെച്ചാൽ രാഹുലിന് ലൈറ്റും ഉണ്ട്, കണക്ഷനുണ്ട്, പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല. നോക്കുമ്പോൾ എന്താ ടെക്നീഷ്യൻ നോക്കുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഭാഗം പോയി കിടക്കുക. അതുപോലെയാണ് ഈഗോ കൂടി ഞാൻ, അതായത് രാഗദേശാദികളെ, പ്രജുഡിസ്, റിവഞ്ച്, ഇതെല്ലാം അങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണേലും കൊയ്തെടുക്കാം ഈ പ്രപഞ്ചത്തിൽ നിന്ന്. പണമുണ്ട്, സ്വർണ്ണമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. കൊയ്തെടുക്കാൻ അറിയാത്തതിന് എന്ത് ചെയ്യാൻ നോക്കും? അപ്പം അതാണ് ഈ ലാ ഓഫ് അട്രാക്ഷൻ നേരത്തെ തന്നെ ഭാഗവതി പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ശ്രീപരമേശ്വരൻ്റെ കാമുകിയായിട്ട് വർത്തിച്ച് ശ്രീപാർവതി സതിയായിട്ടിരുന്നപ്പോൾ ആദ്യം കിട്ടിയില്ല, അറ്റാച്ച്മെന്റ് വന്നു കുടുംബത്തോട്. പിന്നെ പോയി തപസ് ചെയ്ത് അപ്പോൾ ഈ സർവ്വ ചരാചരങ്ങളും പാർവതിയുടെ മുഖത്തേക്ക് വന്നു യോഗിനിയായിട്ട്. അതൊരു മന്ത്രമുണ്ട്, സ്വയംവര പാർവതി എന്ന് പറയും. ഒരു യോഗിനി യോഗേശ്വരി യോഗ ഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമവശ ആകർഷിയ. ആ യോഗിനി, അത് തന്ത്രിമാര് പറയുന്നതാ, ദേവി ഉണ്ടാക്കിയതല്ല. ആ യോഗിനി ഭാവത്തിൽ പാർവതി അവർ വിളിക്കുക. അപ്പൊ പിണങ്ങിയിരിക്കുന്നവരെ കണക്കാണ്. അപ്പം ശ്രീപരമേശ്വരന് യൂണിവേഴ്സിലുള്ളത് ഇങ്ങോട്ട് വരാതിരിക്കാൻ പറ്റുമോ? ഭഗവാൻ ഇളകിപ്പോയി. അതാണ് ലാ ഓഫ് അട്രാക്ഷൻ. ഇത് ഭാരതത്തിലെ ഋഷിമാർ പറഞ്ഞതാണ്. പാർവതി സ്വയംവരം അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോഴേ ഇതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം എന്താണ് വേണ്ടത്? ഇത് മനസ്സിൻ്റെ ഈ സെൽഫിഷ്നെസ് അങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് നമ്മൾ കാണുമ്പോൾ എല്ലാം നമ്മളിലേക്ക് ഫ്രീക്വൻസി ഉള്ള എല്ലാ എനർജിയാണ്. ഒരു തടിക്കഷ്ണത്തിന് പോലും എനർജി ഉണ്ട്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ, ഞാനൊരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ട്. സാക്ഷാൽ ശിവപ്രഭാകര സിദ്ധയോഗിയുടെ തൃക്കൈകളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശ്വാസവും സ്പർശവും ഏറ്റ ഒരു സംഭവമാണ്. ഇത്തരം അനവധി ചക്രങ്ങളാണ് നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയത് 1985. ഇതിനകത്ത് സ്വാമി ഒരു മന്ത്രം എഴുതിയിട്ടുണ്ട്, ഒപ്പ് ഇട്ടിട്ടുണ്ട്. എന്ന് സ്വാമി എന്ന് പറഞ്ഞ് ഒരു ഒപ്പ് ഇട്ടിട്ടുണ്ട്. ഈ ഭാഷ ആർക്കും മനസ്സിലാകത്തില്ല. ഇത് എന്റെ കയ്യിൽ ഒതുങ്ങുന്നുണ്ട്. കാണുമ്പോൾ തന്നെ അറബി ഭാഷ പോലെ. അറബി അല്ല, വേറെ ഇത് ഒരു വലിയ വേൾഡിന്റെ, അതായത് യൂണിവേഴ്സിന്റെ, നമ്മൾ പണ്ട് പറയുന്നത് വിസർഗം സർഗം വിസർഗം എന്നാണ്, കുത്തും കോമിയാണ്. അതുപോലെയാണ് ഇതെന്നാണ് ഞാൻ അസസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് ഞാനിപ്പോ പറഞ്ഞില്ലേ, ഇതിനൊരു ഫ്രീക്വൻസി ഉണ്ട്. ഇതെടുത്തു വെച്ച് പൂജിക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായതല്ലേ. ഇതുപോലെ 10-20 ചക്രങ്ങളാണ് അവിടെ ഏൽപ്പിച്ചിട്ട് പോയത്, എന്നെയും മകനെയും ഏൽപ്പിച്ച്. ഇതെല്ലാം ഈ 50 കൊല്ലം കൊണ്ട് അമ്മ ഇത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിതിൻ്റെ മഹത്വം മനസ്സിലായതുകൊണ്ട് ഇതൊന്നും അദ്ദേഹത്തെ ഇനി കാണാൻ പറ്റില്ല. അദ്ദേഹത്തിൻ്റെ കരസ്പർശമായിട്ട് ഇത് എന്തോ ആയിക്കോട്ടെ, ഞാനിത് പൊതിഞ്ഞ് വെക്കുമ്പം ഫാമിലിയിലുള്ളവർ തന്നെ വിചാരിച്ചിട്ടുണ്ട് എന്തോ സ്വർണ്ണപ്പാടിയോ ഏതോ ഭക്തിയായിട്ട് കൊണ്ട് വെക്കുകയാണ്, എന്തോ ദിവ്യമായിട്ട്. പക്ഷേ ഇതുപോലെ ഇതെല്ലാം ഞാനിപ്പോൾ എക്സ്പോസ് ചെയ്യാൻ പോവുകയാണ്. കാര്യം എന്നോടൊരു വലിയ ആൾ പറഞ്ഞു, ഇത് മൂടി വെക്കരുത് തുണി കൊണ്ട്, പട്ട് തുണിയിൽ. ഇത് ഞാനൊരു ക്യാബിൻ ഇപ്പോൾ പണിതു. ഇപ്പം ഞാനും ഈ ബോഡിയിലിരിക്കുകയാണ്, എന്നെങ്കിലും പോകണം. അപ്പോൾ അത് പറയുമ്പോൾ അവിടെ ഉള്ളവർക്ക് ദേഷ്യമാണ്, ആരും സമ്മതിക്കത്തില്ല. അത് എന്നെങ്കിലും പോകണം, നമ്മൾ വിസിറ്ററാണ് ഇവിടുത്തെ, ഗസ്റ്റ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഇതിനു മുമ്പ് ഇത് കളഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതെല്ലാം ഓർഡറിലാക്കി ഇത്തവണത്തെ ഈ 18-ാം തീയതി ഇതിൻ്റെ വാർഷികമാണ്. അപ്പം ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കമ്മിറ്റ് ചെയ്ത് ഞാൻ ജനങ്ങളെ കാണിക്കാമെന്ന്. ആദ്യം എനിക്കിത് കാണിക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ എനർജിയും കാര്യങ്ങളും
ഇതൊക്കെ ജനങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യം വരുന്നുണ്ടല്ലോ കൂടുതൽ. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ ജനങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും വലിയ ഒരു ആളിൻ്റെ 700 വർഷം ജീവിച്ച ആളിൻ്റെ തൃക്കൈകൾ ആ കരസ്പർശമേറ്റതാണ്, ആ ശ്വാസമേറ്റതാണ്. എനിക്ക് ഈ ഗ്ലാസ്സിലിടാനേ അറിഞ്ഞുള്ളൂ. ചിലരൊക്കെ ഡിജിറ്റലൈസ് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഇത് ചെറുത്, ഇതിലും വലിയ സംഭവമാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ ശ്രീചക്രം അദ്ദേഹത്തിൻ്റെ, പിന്നെ യോഗതുണ്ട്, പിന്നെ താളിയോല ആയുർവേദത്തിൻ്റെ. എൻ്റെ ദൈവമേ രാഹുലെ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ എന്തൊക്കെയാണെന്ന്. അപ്പം ഞാൻ ഫാമിലിയോട് പറഞ്ഞു, നിങ്ങളിത് ആരൊക്കെയാണ് ഇതിനകത്ത് മുന്നോട്ട് വരുന്നത്, ഇത് ആരൊക്കെയാണ് ഇത് സൂക്ഷിക്കാൻ ബാധ്യസ്ഥരെന്നുള്ള എന്നോട് പറയണം ഈ വർഷം. ഞാനിത് ജനങ്ങളെ കാണിക്കും ഇത്ര സാധനം ഇവിടെ ഉണ്ടെന്ന്. ഞാനൊരു പുതിയ റൂമും കൂടെ പണിതെന്ന് വെച്ചാൽ, അതായത് PMODക്ക് എഴുതിയിട്ട് പ്രധാനമന്ത്രിക്ക് എഴുതിയിട്ട് ഒരു നില വരുന്നു. അപ്പോൾ RDO അത് നികത്തി തരത്തില്ല. പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു ഇതും ഭയങ്കര പവർഫുള്ളായി നിലവന്ന്. അങ്ങനെ ഞാൻ ഈ കോവിഡ് കാലത്ത് ആ നിലം നികത്തി ചിലർ സഹായിക്കുകയും ചെയ്തു. നമ്മുടെ ഡിവോട്ടീസ് സ്വാമിയുടെ അത് ഒരു 25 lakhs മുടക്കി അവിടെ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതൊരു മ്യൂസിയം ആക്കണമെന്ന് എൻ്റെ ആഗ്രഹം. ഈ അസറ്റ്സ് മുഴുവനും ഇപ്പൊ കുട്ടികൾക്ക് എന്നെക്കുറിച്ച് സ്വാമിയുടെ കൂടെ നടന്ന പിള്ളേരല്ലേ, മടിയിലിരുത്തി ആഹാരം കഴിക്കുകയും പാടുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അവരുടെ ഒരു സ്വന്തം ആൾ, അവർക്ക് അന്യതായിട്ട് ചിന്തയില്ല. പക്ഷെ ഇതിൻ്റെ ആ കൂടുതൽ ഗൗരവം വരണ്ടേ. അപ്പം ഞാൻ ഇവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, ഇത് കീപ്പപ്പ് ചെയ്യുന്നവരെ ഞാൻ സ്നേഹിക്കത്തുള്ളൂ. നിങ്ങളിൽ ആരൊക്കെയാണ് ഇത് സൂക്ഷിക്കാൻ തയ്യാറായിട്ട് വരുന്നത്? ഇത്തവണ ഞാൻ ക്വിസ് പ്രോഗ്രാം ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പം ഇതെല്ലാം അവിടെ എടുത്തു വയ്ക്കുക, ഇതെല്ലാം എനർജിയാണ്. ചില ചക്രങ്ങൾ പൂജിച്ച് കഴിയുമ്പോൾ ദേവിയുടെ സാന്നിധ്യം വരുന്നുണ്ട്. പിന്നെ മേരുചക്രം എന്ന് പറഞ്ഞാൽ, ശ്രീചക്രം എന്ന് പറഞ്ഞാൽ പഞ്ചലോകമാണ്. പലരും അവിടെ വന്നിട്ട് ഒരു ചെറിയ ചായ്പ് മുറിയാണ്, കാലുറയ്ക്കുന്നില്ലെന്നാണ് വരുന്ന വിവരം ബോധമുള്ള സാധനാനുഷ്ഠാനമുള്ളവർ. അത്രയ്ക്ക് എനർജിയാണ്. ഞാനിപ്പോൾ അവിടുന്ന് കിടപ്പ് മാറ്റി, ഞാൻ വേറൊരു റൂം പണിതു. കാര്യം ഞാൻ അങ്ങോട്ട് കാല് വെക്കുമ്പോൾ തന്നെ എൻ്റെ കാല് പൊങ്ങുന്ന പോലെ മുഴുവൻ എനർജിയാണ്. ഞാൻ എനർജിയെ കുറിച്ച് കൂടുതൽ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സംഭവങ്ങളാണ് എനിക്കിവിടെ പറ്റാത്തതെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പൂർണ്ണ സാന്നിധ്യമാണ് അവിടെ ഞാൻ കാണുന്നത്, പരിപൂർണമായ സാന്നിധ്യമാണ് കാണുന്നത്. ഞാനിത് മാർക്കറ്റ് ചെയ്യാനോ അല്ലെ ഒന്നുമല്ല. എനിക്ക് ആളുകൾക്ക് അവിടെയാണ് കുട്ടികളും പറയും ഒരുപാട് ആളെ വിളിച്ച് കയറ്റരുത്, ഇത് പിന്നെ ഒരു എക്സിബിഷൻ ഹാളാക്കി മാറ്റരുത്, പ്രിയപ്പെട്ട മാതാജി എന്ന് പറയും, പിള്ളേർ കളിയാക്കും. ഞാൻ പറയാം അങ്ങനല്ല, അദ്ദേഹം വലിയ ഒരു താല്പര്യത്തിലൂടെ തോന്നുന്ന ആളുകൾ കണ്ടോട്ടെ. ഇപ്പം ചിലർ ആത്മഹത്യ ചെയ്യാൻ ഡിപ്രഷനായവർ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ വന്ന് അല്പനേരം ഈ തറയിലൊന്ന് നിന്നിട്ട് പോയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ. അല്ല, ഗുഡ് വില്ല് പോകും, ആരുടെയും ഒന്നും വാങ്ങിക്കരുത്. ഈ കൊച്ചുമോൻ പറയുന്ന ഡോക്ടർ, അതാ ഇത്രയും കാലം ഒരു ഗുഡ് വില്ലുണ്ട്, അത് കളയല്ലേ. അപ്പോൾ ഇവരാരും ഇത് ആ തരത്തിലാണ് ചിന്തിക്കുന്നത്. ഈ ഒരു അരിസ്റ്റോക്രാറ്റിക് ഫാമിലിയുടെ അവസാനം എന്ന് വെച്ചാൽ പണം ഉണ്ടായിട്ടല്ല, ഗുഡ് വില്ല് പോകരുത്. ഞാൻ പറഞ്ഞു ഗുഡ് വില്ല് പോകുന്നതല്ല കാര്യം, ജനങ്ങളിത് കാണട്ടെ. ഒരാൾ വന്ന് അവിടെ നിന്നൊന്ന്, ഞാൻ ക്യാബിനുണ്ടാക്കി ഇപ്പോൾ ഈ വാർഷികത്തിന് വേണ്ടി വലിയ ക്യാബിനാണ്, എല്ലായിടത്തും നിരത്തി വെച്ച്, ഞാൻ എല്ലാം നിരത്തി വെച്ചു. അവിടെ വന്നൊന്ന് കൈ തൊഴുമ്പോൾ ആ ആത്മാവിന് മറ്റേ വലിയ ആത്മാവുമായിട്ട് ഒരു ബന്ധം ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാകട്ടെ. അവരാരും ഇത് എടുത്തുകൊണ്ട് പോകത്തില്ലല്ലോ, സ്വർണ്ണം വെള്ളിയൊന്നും അല്ലല്ലോ എടുത്തുകൊണ്ട് പോകാൻ. അപ്പോൾ അതെല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത്താണ്. അപ്പോഴേ എനർജി, നമുക്ക് ആ എനർജിയാണ്, ഇത് മുഴുവനും എനർജിയാണ്. അത് എനർജി ഉൾക്കൊള്ളാൻ പാത്രം ശുദ്ധമാകണം, വലുതാക്കണമെന്നല്ല. നമ്മളുടെ വിസ്ത, ആ മൈൻഡിൻ്റെ വിസ്ത എത്രത്തോളം, അല്ലാതെ ഗ്രേസ് ഫ്രം യൂണിവേഴ്സ് എന്നാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മളുടെ ബുദ്ധി കൊണ്ടല്ല കിട്ടേണ്ടത്, ആ പ്രപഞ്ചത്തിൻ്റെ ഗ്രേസ്, ആ ഗ്രേസാണ് സിദ്ധന്മാർ എല്ലാവരും തരും. ഇപ്പം നമ്മൾ ഭഗവത്ഗീത എടുക്കുക അല്ലെങ്കിൽ വേറെ ആയുർവേദം എടുക്കുക, അപ്പോൾ ആ ഋഷി അഗസ്ത്യരുടെ കിട്ടും നമുക്ക്, നമുക്കൊരു അനുഗ്രഹം തരും, ആ ഒരു വാചകം അവിടെ കിട്ടും. അങ്ങനെ എല്ലാവരും തരും. ഈ 18 സിദ്ധന്മാരുടെ ഒരു സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അവിടെ. കാരണം ഇത് എഴുതി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ യൂണിവേഴ്സൽ മൈൻഡുമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതായത് ഒരു സാമ്രാജ്യം കിട്ടിയ പോലെ, ഞാൻ എൻ്റെ ജന്മം സഫലമായല്ലോ. എനിക്കിത് ശ്രുതി എന്നൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ, ഇത് 1 by 1 ആയിട്ട് ഇങ്ങോട്ട് വരുമായത്. ഇതിനകത്ത് ഒത്തിരി ഇതാണ് അദ്ദേഹത്തിൻ്റെ അവിടെ പ്രതീക്ഷിച്ചിരിക്കുന്ന പടം. ഇതാണ് ഞാൻ ആദ്യം ഇങ്ങനെ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. ഹിമാലയത്തിൽ 300 വർഷം വരെ ഇരിക്കുമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ കണ്ടതെന്ന് പറയുന്നത് ഈ രൂപത്തിലാണ് അവിടെയൊക്കെ വന്നത്, ഈ കൊച്ചു രൂപത്തിൽ യോഗിയായിട്ട്. ഇത് വേറൊരു ശരീരമാണ്. അപ്പം അങ്ങനെ 13 ശരീരം മാറിയെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ ഈ പുസ്തകം എന്ന് പറയുന്നത് ഇതിനകത്ത് ആധുനിക സയൻസും ഉണ്ട്, ഈ ലാ ഓഫ് അട്രാക്ഷൻ ഉണ്ട്. കുട്ടികളെ ഇങ്ങനെ മോട്ടിവേഷൻ കൊടുക്കാതെ, നിനക്കൊന്നുമില്ല, നിൻ്റെ വീട്ടിൽ ഇത്രയേ ഉള്ളൂ. ഇപ്പം കണ്ടില്ലേ വയനാട്ടിൽ നിന്നും ആദിവാസികൾ വരെ IPS എടുക്കുന്നു. അത് മോട്ടിവേഷനാണ്. എൻ്റെ ഈ ഗ്രന്ഥം എന്ന് പറയുന്നത് ശരിക്കും മോട്ടിവേഷനാണ്. നമുക്ക് പ്രതീക്ഷ കൊടുക്കണം. എന്താണ് ഈ പുസ്തകം ഇപ്പോൾ പ്രകാശനം ചെയ്തിട്ടില്ല? ഇല്ല. ഇത് ആദ്യം ഇത് കാണിക്കുന്നത് അശ്വതിരുനാൾ തമ്പുരാട്ടിയാണ്. കാര്യം പത്മനാഭ ആ
ടെമ്പിൾ ഹിസ്റ്ററി മുഴുവനും എഴുതി. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഉസ്താദല്ലേ, വെളിയിലുള്ള കേംബ്രിഡ്ജിലൊക്കെ പഠിച്ചതല്ലേ. നെഹ്റുവിൻ്റെ കാലം തൊട്ട് അവരോടൊക്കെ സമ്മതമല്ലേ. ഞാനിത് പതുക്കെ എൻ്റെ പുറനാൾ ഒക്ടോബറിൽ, അപ്പം ഞാനത് കൂടെ കോട്ടാത്തി ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്. മോനെ ഇത് മുഴുവൻ ഇംഗ്ലീഷ്. എന്നോട് എൻ്റെ പിള്ളേർ വരെ ചെയ്യുന്നത് വെച്ചാൽ എനിക്ക് തന്നെ അറിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷ് 300 മാർക്ക് വാങ്ങിച്ച ആളാണ്. എപ്പോഴാണ്? 69. ഞാനിപ്പോൾ ഇംഗ്ലീഷായിട്ട് വലിയ ടച്ചില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുമ്പോൾ എന്തെങ്കിലും പറയുന്നേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ സംസ്കൃത ഭാഗവതം, മലയാള ഭാഗവതം, ഈ പ്രയാഗ്രാജ് കുംഭമേളയ്ക്ക് പോയി ഞാൻ എൻ്റെ എന്താ പറയുന്നത്, എല്ലാം വിട്ടു. ആ റിലം നമ്മൾ ഈ ദേശ കാല രൂപ എല്ലാം വിടണം. ഇപ്പം ഞാൻ കേരളത്തിലെയാണെന്നുള്ള ബോധമില്ല, ഞാൻ രമാദേവി അമ്മയാണെന്നുള്ള ബോധമില്ല, അല്ലെങ്കിൽ ഞാൻ വേറെ എല്ലാം എൻ്റെ വിട്ടു. ഞാനൊരു ജീവി പോവുക, മോക്ഷം തേടി പോവുക, ഞാൻ പോവുക, ഇതെന്താണെന്ന് അറിയാൻ പോവുക, എനിക്ക് അവിടെ പോകണം എന്നുള്ളത്. ഞാൻ മരിച്ചാൽ മരിക്കും. അത്രത്തോളം എൻ്റെ മനസ്സ് ഒരു മെഡിറ്റേഷൻ ചെയ്യാതെ ഈ യാത്ര കൊണ്ട് എനിക്ക് പറ്റിയെന്ന് വേണം പറയാൻ. ആ യാത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഫോഴ്സ്, എനിക്ക് നല്ല വില്ല് തന്നു ഈ ഗുരു വന്ന് ദക്ഷിണ വാങ്ങിക്കുമ്പോഴേ. ഗുരു തന്നെ ഞങ്ങൾക്ക് അവിടെ കണ്ടതും ഗുരുവിനെ തന്നെ. എൻ്റെ കൂടെ വേറെ ആളുണ്ട്, ഗോപാലകൃഷ്ണനുണ്ട്. പുള്ളിക്ക് ഇതൊക്കെ ലോകത്തോട് പറയാൻ, എനിക്ക് സാക്ഷ്യം പറയാനൊക്കെ തിങ്ങി വിങ്ങുക. അദ്ദേഹം അല്ലേ ഇത് കൂടെ നിന്ന് കാണുന്നത്. അപ്പോൾ എനിക്ക് ഇത്രയും സംഗതികൾ ഈ പ്രയാഗ്രാജ് കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായി ഇത് തുടങ്ങുമ്പം തന്നെ ഞാൻ പൂർണ്ണമിതെന്നാണ് തുടങ്ങിയിരിക്കുന്നത്. ഞാനല്ല, എനിക്കിതിന് ഒരു ഇൻവോൾവ്മെൻറ്റും ഇല്ല. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കത്തില്ല.